കനത്ത ചൂടിന് ആശ്വാസമായി വേനൽമഴ എത്തിയെങ്കിലും വില്ലനാകുന്നത് മറ്റൊന്നാണ്. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പും രംഗത്ത്. മഴ എത്തിയതോടെ മഴക്കാല രോഗങ്ങൾക്കും തുടക്കമായിരിക്കുകയാണ്. ഡെങ്കിപ്പനിയാണ് പ്രധാന വില്ലൻ. ഇടവിട്ട് പെയ്യുന്ന മഴയിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് രോഗപ്രതിരോധ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, സിക്ക തുടങ്ങിയ കൊതുകുജന്യ രോഗങ്ങളെ തടയാൻ ഉറവിട നശീകരണത്തിന് പ്രാധാന്യം നൽകണമെന്നാണ് നിർദ്ദേശം. ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ പരത്തുന്ന വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. ഈഡിസ് കൊതുകുകൾ പ്രജനനം നടത്തുന്നത് വീട്ടിനകത്തും പരിസരത്തുമാണ്. ചെറിയ അളവ് വെള്ളത്തിൽ പോലും ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകും. 1 വർഷത്തോളം ഇവയുടെ മുട്ടകൾ കേടുകൂടാതെയിരിക്കും. ഈർപ്പം തട്ടിയാൽ ഒരാഴ്ച കൊണ്ട് വിരിഞ്ഞ് കൊതുകാകും. വൈറസ് ബാധയുള്ള കൊതുകിന്റെ മുട്ടകളിലും വൈറസ് സാന്നിധ്യമുണ്ടാകും. ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയെന്ന് പറയാം. വീടിനകത്തും പുറത്തും വെള്ളം കെട്ടിനിൽക്കാനിടയുള്ള എല്ലാ വസ്തുക്കളും നീക്കം ചെയ്യണം. വീടിനകത്ത് അലങ്കാര ചെടികൾ വളർത്തുന്ന കുപ്പികൾ, AC, ഫ്രിഡ്ജ് എന്നിവയുടെ ട്രേയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളം സംഭരിച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങൾ, വലിച്ചെറിയുന്ന ചിരട്ടകൾ, പൊട്ടിയ പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ഫ്രിഡ്ജിന്റെ അടിഭാഗത്തെ ട്രേ, മണി പ്ലാന്റുകൾ, ടയറുകൾ, വിറകും മറ്റും നനയാതെ മൂടിയിരിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകൾ, ടാർപോളിൻ, റബ്ബർ പാല് സംഭരിക്കുന്ന ചിരട്ടകൾ, കമുകിൻ പാളകൾ, നിർമ്മാണ സ്ഥലങ്ങളിലെ ടാങ്കുകൾ, വീടിന്റെ ടെറസ്, പാത്തികൾ എന്നിവിടങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഇത് പ്രധാനമായും മുട്ടയിട്ട് പെരുകുന്നത്. മണി പ്ലാന്റും മറ്റ് അലങ്കാര ചെടികളും വീടിനുള്ളിൽ കുപ്പിയിൽ വളർത്തുന്നുണ്ടെങ്കിൽ അവയിലെ വെള്ളം ആഴ്ചയിൽ ഒരിക്കൽ മാറ്റണം. ആഴ്ചതോറും വീടും സ്ഥാപനങ്ങളും ചുറ്റുപാടും നിരീക്ഷിച്ച് കൊതുക് വളരാനിടയുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കണം. ഇതിനായി വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിലും ശനിയാഴ്ചകളിൽ സ്ഥാപനങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തണം. ഇതിനായി ഓരോരുത്തരും സ്വമേധയാ മുന്നിട്ടിറങ്ങണം. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പനിയോടൊപ്പം തലവേദന, കണ്ണിന് പുറകിലായി വേദന അനുഭവപ്പെടും. പേശിവേദന, സന്ധിവേദന എന്നിവയുമുണ്ടാകും. കൂടാതെ ശരീരത്തിൽ ചുവന്നു തഴിച്ച പാടുകളും രൂപപ്പെടാം. രോഗബാധിതർക്ക് സമ്പൂർണ്ണ വിശ്രമമാണ് ആവശ്യം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം തുടങ്ങി ധാരാളം പാനീയങ്ങൾ കുടിക്കുന്നതും നല്ലതാണ്. ഡെങ്കിപ്പനി ബാധിതർ പകൽ സമയം വിശ്രമിക്കുന്നതും ഉറങ്ങുന്നതും പൂർണ്ണമായും കൊതുകുവലയ്ക്കുള്ളിലായിരിക്കണം. ഒരു തവണ ഡെങ്കിപ്പനി ബാധിച്ചവർക്ക് വീണ്ടും രോഗബാധയുണ്ടായാൽ മാരകമാകുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പ്രത്യേകം ജാഗ്രത പാലിക്കണം. ഇടവിട്ടുള്ള മഴ കൊതുക് പെരുകുന്നതിനുള്ള സാഹചര്യമൊരുക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേന്ദ്രൻ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.